ഒന്നും രണ്ടൊന്നുമല്ല 18 ദിവസമായി. 18ാം ദിവസവും ഗൾഫ് മേഖലകളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു. അബുദാബിയിലെ എണ്ണപ്പാടം ലക്ഷ്യമാക്കിയും ഫുജേറയിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ട വ്യോമപാത തുറന്നു എന്ന് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയാണ്. UAEയിൽ ഓൺലൈൻ ക്ലാസുകൾ തുടരും. സൗദിയിൽ വിവിധയിടങ്ങളിലായി 37 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത് ദുബായിൽ നിന്ന്. ഒപ്പം തന്നെ സൗദിയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലവും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. എന്താണ് UAEയിലെ സാഹചര്യം എന്ന് നോക്കാം. റഹീസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് റഹീസ്, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ UAEയുടെ വ്യോമപാത തുറക്കുന്നു, അടയ്ക്കുന്നു, ചില ഫ്ലൈറ്റുകൾ പോകുന്നു, ചിലത് പോകുന്നില്ല. ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ട്. അത് തകർക്കാനുള്ള ശ്രമം UAEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്താണ് ആകെയുള്ള ഒരു സാഹചര്യം? ഇപ്പോഴും ആ ആശങ്ക നിലനിൽക്കുകയാണോ റഹീസ്? ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ ഒരു അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഓയിൽ ടാങ്കിന് തീപിടുത്തമുണ്ടായി. അവിടെ ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം വിമാനത്താവളം അടച്ചിടേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ ഇന്നും കാര്യങ്ങൾ ആ നിലയിലേക്കാണോ പോകുന്നത് എന്നൊരു ആശങ്ക രാവിലെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അത് ഒഴിഞ്ഞിരിക്കുന്നു. കാരണം അല്പസമയം മുൻപ് ഈ താൽക്കാലികമായി ഭാഗികമായി ഈ UAEയുടെ വ്യോമപാത അടച്ചിടുന്നതായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ അത് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം സാധാരണ നിലയിലായി എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ UAEയിൽ കഴിഞ്ഞ ദിവസം കാര്യമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇറാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഫുജൈറയിലെ ഓയിൽ സോണിന് നേരെ ഉണ്ടായ ആക്രമണം അത് 5ാം തവണയാണ് ഈ 18 ദിവസത്തിനിടയിൽ ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട UAEയുടെ ഒരു ഓയിൽ ഇൻഡസ്ട്രിയൽ സോണാണ്. ഒപ്പം അത് ലോകത്തിന് തന്നെ, ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഈ വളരെ നിർണായകമായിട്ടുള്ള, വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അവിടേക്ക് 5ാം തവണയും ആക്രമണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ആക്രമണം ഉണ്ടായാൽ അതിന്റെ തീ അണയ്ക്കാനുള്ള ഒരു സാഹചര്യം അത് വളരെ കുറവാണ്. അപ്പോൾ അത് കുറെ ദിവസങ്ങൾ എടുത്തിട്ടാണ് പലപ്പോഴും ഈ തീ അണയ്ക്കാറുള്ളത്. അപ്പോൾ അവിടേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ പോർട്ടുകൾ കേന്ദ്രീകരിച്ച്, എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച്, ഈ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന ആക്രമണം, അതിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി അബുദാബിയിലെ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ എന്തായാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും UAEയിൽ ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ട്. അലേർട്ട് മെസ്സേജുകൾ അല്പം സെക്കൻഡുകൾക്ക് മുൻപ് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ UAEയിൽ കാര്യമായ ആക്രമണം കഴിഞ്ഞ 2 ദിവസമായി തന്നെ നടക്കുന്നുണ്ട്. അതിൽ ഇന്നലെ പുലർച്ചെ, ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ ഒക്കെയും കാര്യമായ ആക്രമണം നടക്കുന്നു. അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കുവൈറ്റിലും ബഹ്റൈനിലും ഒന്നും കാര്യമായിട്ടുള്ള ഒരു ആക്രമണം ഇന്ന് രാവിലെ ഉണ്ടായിട്ടില്ല. ചില അലേർട്ടുകളൊക്കെ പോയിരുന്നു. പക്ഷേ അതൊരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ അലേർട്ട് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ദുബായിൽ താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ UAEയിൽ വ്യോമപാത അടച്ചത് അതൊരു പ്രിക്കോഷണറി മെഷറാണ് എന്ന് വീണ്ടും ഏവിയേഷൻ അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ അത് ഒരു തരത്തിലും ഫ്ലൈറ്റ് സർവീസുകളെ ബാധിക്കില്ല. അപ്പോൾ ഈ വിമാനങ്ങളിൽ ടിക്കറ്റ് എടുത്ത് ഇന്ന് യാത്ര തിരിക്കുന്ന ഇന്ത്യയിലേക്കടക്കം കേരളത്തിലേക്കടക്കമുള്ള ആളുകൾക്ക് അത് കൃത്യമായി തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ള വിവരം സ്ഥിരീകരിച്ച് തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിമാന കമ്പനികളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നത്ര പോലും സർവീസുകൾ നടത്തുന്നില്ല. സർവീസുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഉള്ള സർവീസുകൾ കൃത്യമായി തന്നെ നടക്കും എന്നുള്ളത് എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ മാത്രമല്ല ഈ യുദ്ധം, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വന്നത്, അതായത് ഈ സ്പ്രിംഗ് സീസണും ഒപ്പം തന്നെ പെരുന്നാൾ അവധിയും ഒക്കെ കഴിഞ്ഞ് 22ാം തീയതി മുതൽ വീണ്ടും സ്കൂളുകളൊക്കെ സാധാരണഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് വീണ്ടും 2 ആഴ്ചത്തേക്ക് കൂടി ഓൺലൈൻ ക്ലാസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു ആശങ്ക വീണ്ടും ഉണ്ടാകുന്നുണ്ട്. കാരണം അതിനുശേഷവും ഈ ആക്രമണം നീണ്ടുപോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു പ്രിക്കോഷണറി മെഷർ എടുത്തത് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ UAE സംബന്ധിച്ചിടത്തോളം ആക്രമണം തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ ഈ ആക്രമണങ്ങളിൽ എന്നൊരു അയവ് വരും, കുറവ് വരും എന്നുള്ള കാര്യത്തിൽ ഈ 18ാം ദിവസവും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇല്ല. ഹാഷ്മി, ഓക്കെ റഹീസ്, ദുബായിൽ അലർട്ട് വന്നു അജ്മൽ മുഹമ്മദ് പറയുന്നുണ്ട്. അതാണ് നേരത്തെ റഹീസ് പറഞ്ഞു, ഈ സമയവും അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം. ദുബായ് ദേറ അലർട്ട് വന്നു എന്ന് മുജീബ് പറയുന്നു. അങ്ങനെ കുറേയധികം പ്രേക്ഷകർ ദുബായിൽ മുവാലിയായിൽ സൗണ്ട് എന്ന് രജനി പ്രസാദ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുള്ളൂ ശബ്ദം. ഷാ എണ്ണപ്പാടം ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഷാ എണ്ണപ്പാടം എന്ന് പറഞ്ഞാൽ അത് അവിടെ തീപിടുത്തം ഉണ്ടായി. ഷാ എണ്ണപ്പാടം എന്ന് പറഞ്ഞാൽ അത് UAEയിലെ മാത്രമല്ല, ലോകത്തെ തന്നെ ഓയിൽ സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു എണ്ണപ്പാടമാണ്. അപ്പോൾ ഈ ഇന്ധനം സാമ്പത്തിക യുദ്ധമാക്കുക, അതിനെ ഇന്ധനം ലക്ഷ്യം വെക്കുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാവണം ഒരുപക്ഷെ ഷാ എണ്ണപ്പാടം പോലെയുള്ള ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണപ്പാടം ആക്രമിക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യം വെക്കുന്നു. ജലീൽ കണ്ണമൻ കൂടി ചേർന്നു ജിദ്ദയിൽ നിന്നും. ജലീൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇനിയിപ്പോൾ 3-4 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളാണ്. അവിടെ ഒരുപക്ഷെ ഒരു ദിവസം നേരത്തെ, നാട്ടിലേക്കുള്ള ഒരു ദിവസം നേരത്തെ അവിടെ പെരുന്നാളാണ്. അപ്പോൾ ആ സമയത്ത് ഇത് ഓരോരുത്തരെയും ഇപ്പം അങ്ങനെ തീവ്രമായി ബാധിക്കുന്നില്ലെങ്കിൽ കൂടിയും ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന രീതിയിലേക്ക് ആ യുദ്ധം മാറുന്നു 18-ാം നാൾ എന്നതാണ് കൂടുതൽ സങ്കടകരം. ജലീൽ, ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 40ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായത്. മധ്യമേഖലയിലെ അൽഖർജിലും തന്ത്രപ്രധാനമായ കിഴക്കൻ മേഖലയിലുമാണ് പ്രധാനമായും ഈ ആക്രമണ ശ്രമങ്ങൾ നടന്നത്. എന്നാൽ സൗദി പ്രതിരോധ സേനയ്ക്ക് ഈ 40 ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ സാധിച്ചു എന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 600ഓളം തവണയാണ് സൗദിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. ഇതിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചത് കിഴക്കൻ പ്രവിശ്യയാണെന്ന് കാണാം. അമേരിക്കൻ സൈനിക താവളങ്ങളും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ അറാംകോയുടെ പ്ലാന്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണിത്. ഈ മേഖലയിൽ മാത്രം 200-ലധികം ആക്രമണങ്ങൾ നടന്നു എന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നാട്ടിലിനെ തകർക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് റുബൽ ഖാലി മരുഭൂമിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെയുള്ള നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വലിയ സ്വാധീനമുള്ള ഈ സൂപ്പർലൈറ്റ് എണ്ണ ഉൽപ്പാദിക്കുന്ന പ്രധാന കേന്ദ്രമാണിത്. ഈ എണ്ണപ്പാടത്തിന് നേരെ മാത്രം ഇതുവരെ 75 തവണയാണ് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർത്ത് രാജ്യത്തെ സാമ്പത്തികമായി തളർത്തുക എന്നൊരു ലക്ഷ്യം പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൗദി ഓരോ തവണയും പരാജയപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ആദ്യം പറഞ്ഞ പോലെ റമദാൻ പൂർത്തിയാകുകയാണ്, പെരുന്നാൾ തൊട്ടടുത്തായി കഴിഞ്ഞു. സാധാരണഗതിയിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ തിരക്കിലായിരിക്കേണ്ട ഗൾഫ് മേഖല ഇപ്പോൾ വലിയൊരു ആശങ്കയിലാണ്. നാളെ മാസപ്പിറവി കണ്ടാൽ മറ്റന്നാൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഗൾഫിലുള്ളത്. എന്നാൽ സ്വദേശികളും പ്രവാസികളും ഒക്കെ ഒരുപോലെ അസ്വസ്ഥരാണ്. വ്യാപാര മേഖലയെയും ബിസിനസ് രംഗത്തെയും ഒക്കെ ഈ സംഘർഷം നേരിട്ട് ബാധിച്ചു. നിക്ഷേപകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ഇതിന്റെ ആഘാതം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നാട്ടിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ഭൂരിഭാഗം പ്രവാസികളും യാത്രകൾ ഒഴിവാക്കി എന്നതിൽ തന്നെ ഇതിന്റെ ഈ സാഹചര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. മടക്കയാത്ര, അതായത് സൗദിയിലേക്കുള്ള മടക്കയാത്ര പ്രതിസന്ധിയിലാകുമോ എന്ന ഭയമാണ് പലരെയും ഈ നാട്ടിൽ പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. വിമാന ടിക്കറ്റ് നിരക്കിന്റെ വർധനവും അതോടൊപ്പം തന്നെ വിമാന സർവീസുകളുടെ എണ്ണക്കുറവും ഒക്കെ ഇതിന് കാരണമാണ്. എന്നാൽ ഈ പ്രതിസന്ധിക്കിടയിലും അയൽ രാജ്യങ്ങളെ സഹായിക്കുന്നതിൽ സൗദി വലിയ മാതൃകയാണ് ഇപ്പോൾ കാണിക്കുന്നത്. യാത്രക്കാർക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ അയൽ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്കായി സൗദി തങ്ങളുടെ വിമാനത്താവളങ്ങൾ തുറന്ന് നൽകിയിട്ടുണ്ട്. ഗൾഫ് എയർ ദമാം വഴിയും ഇറാഖി എയർവേസ് സൗദിയിലെ അറാർ വഴിയും കുവൈത്ത് എയർവേസ് സൗദിയിലെ ഖൈസൂമ വിമാനത്താവളം വഴിയൊക്കെ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. അതിനു പുറമെ ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കാൻ ജിദ്ദ ഉൾപ്പെടെയുള്ള ഈ പടിഞ്ഞാറൻ തുറമുഖങ്ങളും സൗദി വിട്ടു നൽകി കഴിഞ്ഞു. നയതന്ത്ര തലത്തിലും സൗദി വളരെ സജീവമാണ്. മേഖലയിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി വിവിധ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായും വിവിധ ആഭ്യന്തരമന്ത്രിമാരുമായും ഇതിനകം ചർച്ച നടത്തി. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.